ദൈവാനുഗ്രഹം ലഭിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നതെന്ത്? ഭാഗം 1. ബാഹ്യലോകത്തെ ഇളക്കിമറിക്കൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരപൂർണത അനുഭവപ്പെട്ടിട്ടുണ്ടോ? മനസ്സ് അസ്വസ്ഥമാവുക, ഹൃദയം ശൂന്യമായി തോന്നുക, ജീവിതം ഒരു അജ്ഞാതപാതയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായി തോന്നുക. ഉണ്ടെങ്കിൽ ഒന്നു നിൽക്കൂ, ഒരുപക്ഷെ ഇത് ദൈവകൃപയുടെ ആദ്യത്തെ കാഴ്ചയാകാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവം നമ്മെ തന്നിലേക്ക് അടുപ്പിച്ചു തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ആ അദൃശ്യമായ തുടക്കത്തെക്കുറിച്ചാണ്. ഇത് ഒരു അത്ഭുതമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വളരെ സവിശേഷവും അഗാധവുമായ ഒരു പ്രക്രിയയാണ്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല, പക്ഷേ മനസ്സിലാക്കിയാൽ എല്ലാം മാറും. പരമഹംസ യോഗാനന്ദജി പറയുന്നു, ദൈവം ഒരാളോട് കൃപ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് അയാളുടെ ലോകത്തെ ഇളക്കിമറിക്കുക എന്നതാണ്. കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം, അല്ലേ? കാരണം സാധാരണയായി നമ്മൾ കരുതുന്നത് കൃപ എന്നാൽ സന്തോഷം, വിജയം, ആശ്വാസം, സുഖം എന്നിവയാണ്. എന്നാൽ യഥാർത്ഥ കൃപ അല്പം വ്യത്യസ്തമാണ്. ദൈവം ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ വ്യാജമായ വ്യക്തിത്വത്തെ തകർക്കുകയാണ്. നമ്മൾ നമ്മുടെ ജോലിയാണ്, നമ്മുടെ ബന്ധങ്ങളാണ്, നമ്മുടെ പദവിയാണ് എന്നൊക്കെ കരുതുന്നു. എന്നാൽ ഇതെല്ലാം ഒരു തിരശ്ശീല മാത്രമാണെന്ന് ദൈവം നമ്മെ കാണിച്ചു തരുന്നു. യഥാർത്ഥ ഞാൻ ഇതിലും വളരെ ആഴത്തിലുള്ളതാണ്. ഈ സത്യം കാണിക്കാൻ വേണ്ടി അവർ ആദ്യം നമ്മുടെ ജീവിതത്തിലെ പഴയതും ഉറച്ചുപോയതുമായ കാര്യങ്ങളെ ചെറുതായി ഇളക്കിവിടും. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ഒരു ബന്ധം തകർന്നേക്കാം, ചിലപ്പോൾ ഹൃദയം വേദനിച്ചേക്കാം. അഥവാ നമ്മൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഞാൻ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ജീവിക്കുന്നത്? ഇതുമാത്രമാണോ ജീവിതം, അതോ മറ്റെന്തെങ്കിലുമുണ്ടോ? നമ്മൾ ആദ്യം ദുരിതമായി കാണുന്ന ആ കൃപയുടെ തുടക്കം ഇവിടെ നിന്നാണ്. ദൈവം നമ്മെ തന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ആ വ്യാജലോകത്തുനിന്ന് നമ്മെ പുറത്തുകൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. പരമഹംസ യോഗാനന്ദജി ഇതിനെ ആത്മാവിന്റെ ഉണർവ് എന്ന് വിളിക്കുന്നു. മുമ്പ് ജീവിതത്തിൽ ആസ്വദിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അർത്ഥശൂന്യമായി തോന്നാൻ തുടങ്ങും. അതേ ബന്ധങ്ങൾ, അതേ സംസാരങ്ങൾ, അതേ വിജയങ്ങൾ എല്ലാം മങ്ങിപ്പോകുന്നു. ചിലപ്പോൾ നമ്മൾ വിഷാദത്തിലേക്ക് പോകുകയാണെന്ന് തോന്നിയേക്കാം. പക്ഷെ അല്ല, ഇത് അകത്തെ ലോകം തുറന്നു വരുന്നതാണ്. സത്യം തേടാൻ ആത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഈ യാത്രയുടെ തുടക്കം അല്പം ഏകാന്തമായി തോന്നിയേക്കാം. പഴയ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ താൽപ്പര്യമില്ലാതാകും. എന്നാൽ ഈ ഏകാന്തത മോശമല്ല. ഇത് ഒരു സൂചനയാണ്. നിങ്ങളിപ്പോൾ പുറം ലോകത്തിൽ നിന്ന് അകന്ന് അകത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ യഥാർത്ഥ കൃപ. ഇപ്പോൾ ചോദ്യമിതാണ്, ദൈവം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് നമ്മെ തകർക്കുന്നത്? എന്തിനാണ് ദുരിതം തരുന്നത്? ഉത്തരം ലളിതമാണ്. നമുക്ക് നമ്മെത്തന്നെ അറിയാൻ വേണ്ടി. നമ്മൾ നമ്മെത്തന്നെ അറിയുന്നതുവരെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മെ അറിയാൻ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന, നമ്മളുമായി താദാത്മ്യം പ്രാപിച്ചിരിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ നമ്മൾ ആദ്യമായി നമ്മുടെ യഥാർത്ഥ രൂപം കാണാൻ തുടങ്ങുന്നു. ദുരിതത്തിലായിരിക്കുമ്പോൾ ആളുകൾ ദൈവത്തെ കൂടുതലായി ഓർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. അതുകൊണ്ടാണ് ദുരിതത്തിൽ മാത്രമാണ് ആളുകൾ ഈശ്വരനുമായി അടുക്കുന്നത്. അതിനാൽ ദൈവം ആദ്യം നമ്മുടെ വ്യാജ പിന്തുണകളെ മാറ്റിക്കളയുന്നു, നമ്മൾ ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ വേണ്ടി. ഒരു അമ്മ കുഞ്ഞിനെ ഉയരത്തിൽ നിന്ന് വീഴുന്നതിൽ നിന്ന് രക്ഷിക്കാൻ ശക്തമായി പിടിച്ചുവലിക്കുന്നതുപോലെ ആ വലിച്ചടുപ്പിക്കലിൽ കുഞ്ഞ് കരയുന്നു. അമ്മ വേദന നൽകിയെന്ന് കുഞ്ഞിന് തോന്നാം. എന്നാൽ സത്യത്തിൽ അമ്മ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു. നമ്മളുമായി ദൈവവും അതുപോലെയാണ് ചെയ്യുന്നത്. നമ്മളെ പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യാജലോകത്തിൽ നിന്ന് അവർ നമ്മെ വലിച്ചെടുക്കുന്നു. തുടക്കത്തിൽ ഇതെല്ലാം വിഷമമുണ്ടാക്കും. മനസ്സ് ഭയപ്പെടും, ഹൃദയം കരയും. ദൈവമേ, എന്തിനാണ് എന്നോടിങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പതുക്കെ പതുക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും, തകർന്ന ഓരോ കാര്യത്തിനു പിന്നിലും ഒരു പാഠമുണ്ടായിരുന്നു. വീണുപോയ ഓരോ സ്ഥലത്തുനിന്നും ഒരു പുതിയ തുടക്കമുണ്ടായി. ഓരോ ഏകാന്ത നിമിഷത്തിലും ഒരു പ്രത്യേക അനുഭവം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വ്യക്തിധ്യാനത്തിലിരിക്കുന്നു, മൗനത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, പുസ്തകങ്ങളിൽ സത്യം തേടുന്നു, എല്ലാ ദിവസവും സ്വയം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഇതാണ് ആത്മാവിന്റെ യാത്ര. ഇവിടെ നിന്നാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചിതറിപ്പോയെങ്കിൽ, ഏതെങ്കിലും വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ഇത് ദൈവകൃപയുടെ തുടക്കമായിരിക്കാം. പരമഹംസ യോഗാനന്ദ പറയുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഇളക്കിമറിക്കുമ്പോൾ അവർ നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അത് നിങ്ങളാക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവകൃപയെ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഭാഗം 2. ആന്തരിക ലോകം ഉണരുമ്പോൾ. ആന്തരിക ലോകം ഉണരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയുക. ഒന്നാം ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കി, ദൈവം ഒരാളോട് കൃപ ചെയ്യുമ്പോൾ ആദ്യം അയാളുടെ ലോകത്തെ ഇളക്കിമറിക്കുമെന്നും ആഴത്തിലുള്ള സത്യം കാണാൻ വേണ്ടി ജീവിതത്തിൽ ചലനങ്ങൾ കൊണ്ടുവരുമെന്നും.
ഇനി നമ്മുടെ ഉള്ളിലെ ലോകം ഉണരുമ്പോൾ സംഭവിക്കുന്ന അടുത്ത പടിയെക്കുറിച്ച് സംസാരിക്കാം. ഈ മാറ്റം പുറത്തുനിന്നാണ് തുടങ്ങുന്നത്, എന്നാൽ യഥാർത്ഥ പരിവർത്തനം സംഭവിക്കുന്നത് അകത്താണ്. ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉണരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതേ പഴയ ജീവിതം അർത്ഥമില്ലാത്തതായി തോന്നാൻ തുടങ്ങും. മുമ്പ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ മനസ്സ് ലയിക്കുന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ പാർട്ടികളിൽ പോകാൻ ഇഷ്ടമില്ലാതാകും. ബഹളത്തിൽ അസ്വസ്ഥത തോന്നും. ലോകകാര്യങ്ങൾ കേട്ട് മനസ്സ് തളരും. പകരം നിങ്ങൾക്ക് ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങും. ചുമ്മാ ഇരിക്കാൻ ഇഷ്ടപ്പെടും. സ്വയം സമയം ചെലവഴിക്കാൻ തുടങ്ങും. ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, പതുക്കെ പതുക്കെയാണ്. ഒരു വിളക്ക് മെല്ലെ കത്തുന്നതുപോലെ. ആദ്യം നിങ്ങൾ ചിന്തിക്കും, ഒരുപക്ഷെ ഞാൻ മാറിയതായിരിക്കാം. എന്നാൽ സത്യമിതാണ്, നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഉണരുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങും. ഞാൻ ആരാണ്? എന്തിനാണ് എന്റെ ജീവിതം? ദൈവം ശരിക്കുമുണ്ടോ? എനിക്കവനെ അറിയാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾ വരുന്നത് കൃപ നിങ്ങളെ സ്പർശിച്ചു എന്നതിന്റെ വലിയ സൂചനയാണ്. നിങ്ങളിപ്പോൾ ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഈ യാത്ര പുറത്തേക്കല്ല, അകത്തേക്കാണ്. ഈ ഘട്ടത്തിൽ വ്യക്തിയുടെ ശ്രദ്ധ മനസ്സിലേക്ക് പോകുന്നു. മുമ്പ് പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അകത്തെ ലോകവുമായി ബന്ധപ്പെടാൻ തുടങ്ങുന്നു. ഇപ്പോൾ വ്യക്തിക്ക് ധ്യാനത്തിലിരിക്കാൻ തോന്നുന്നു. പ്രാർത്ഥനയിൽ മുഴുകാൻ ആഗ്രഹിക്കുന്നു. മുമ്പ് അവൻ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവന് ദൈവത്തെ അനുഭവിക്കാൻ മാത്രമാണ് ആഗ്രഹം. ഈ സമയം അല്പം വിചിത്രമായി തോന്നിയേക്കാം. കാരണം നിങ്ങൾക്ക് പൂർണ്ണമായും പുറം ലോകത്ത് ജീവിക്കാനും കഴിയില്ല, പൂർണ്ണമായും അകത്തും കഴിയാൻ പറ്റില്ല. എന്നാൽ ഭയപ്പെടേണ്ട, ഇത് ഒരു അത്യാവശ്യ ഘട്ടമാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ മുളയ്ക്കുമ്പോൾ അത് ആദ്യം ഇരുട്ടിലൂടെ കടന്നുപോകുന്നു. എന്നിട്ട് മണ്ണിനെ ഭേദിക്കുന്നു. എന്നിട്ട് ഒരു ദിവസം ചെടിയായി മുകളിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങളുടെ ആത്മാവും ഇപ്പോൾ മണ്ണിനെ തകർക്കുകയാണ്. ദൈവകൃപ ഈ പ്രക്രിയയെ മുന്നോട്ടു കൊണ്ടുപോകുന്നു. ഇപ്പോൾ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ പോലും ജാഗ്രതയുള്ളവരായി മാറുന്നത് കാണാം. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, എന്റെ പെരുമാറ്റം ശരിയായിരുന്നോ? ഞാൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചോ? എന്റെ ചിന്തകൾ ശുദ്ധമാണോ? ഇപ്പോൾ നിങ്ങൾ ആത്മപരിശോധന ചെയ്യാൻ തുടങ്ങും. ഇതാണ് അകത്തെ ലോകത്തിന്റെ ഉണർവ്. ഇപ്പോൾ നിങ്ങൾ സ്വയം വേണ്ടി മാത്രമല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടിയും നല്ലവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ കരുണ, സ്നേഹം, ക്ഷമ എന്നിവയുടെ ഭാവന വർദ്ധിക്കാൻ തുടങ്ങും. ദൈവം ഇപ്പോൾ നിങ്ങളെ പുതിയ വഴികളിലൂടെ ക്ഷണിക്കുന്നു. ചിലപ്പോൾ ഒരു പുസ്തകത്തിലൂടെ, ചിലപ്പോൾ ഒരു ഗുരുവിലൂടെ, ചിലപ്പോൾ ഒരു സ്വപ്നത്തിലൂടെ, ചിലപ്പോൾ ഒരു അപരിചിതന്റെ വാക്കുകളിലൂടെ. എല്ലായിടത്തുനിന്നും സന്ദേശം വരുന്നു. ഇപ്പോൾ നിങ്ങൾ നടക്കൂ, നിങ്ങൾ തയ്യാറാണ്. എന്നാൽ ഈ സമയത്ത് ചില വെല്ലുവിളികളുമുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടാം. നിങ്ങളുടെ പഴയ കൂട്ടുകാർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കാം. നിങ്ങൾ മാറിയെന്ന് ചിലർ പറയും. നിങ്ങൾ ഗൗരവക്കാരനായെന്ന് മറ്റു ചിലർ പറയും. എന്നാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ സത്യത്തിലേക്ക് അടുക്കുകയാണെന്ന്. ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കേണ്ടത് വളരെ പ്രധാനമാണ്. ധ്യാനം, സാധന, മൗനം എന്നിവയിൽ സമയം ചെലവഴിക്കുക. ഈ സമയം പുസ്തകങ്ങളെക്കാൾ കൂടുതൽ അനുഭവത്തിന്റേതാണ്. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുകയല്ല, അനുഭവിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ കരയാൻ തുടങ്ങും. ചിലപ്പോൾ മനസ്സ് വളരെ ശാന്തമാകും. ചിലപ്പോൾ ദൈവം അടുത്തുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ വളരെ ദൂരെയാണെന്നും തോന്നും. ഇതെല്ലാം സാധാരണമാണ്. ഇത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. പരമഹംസ യോഗാനന്ദ പറയുന്നു, ആത്മാവ് ഉണരുമ്പോൾ അതാദ്യം കരയുന്നു, പിന്നെ പുഞ്ചിരിക്കുന്നു, പിന്നീട് ദൈവത്തിന്റെ കൈകളിൽ ലയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സത്യമായ പാതയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ സത്യം മാത്രം മതി. ഇപ്പോൾ അഹങ്കാരം, കപടത, നുണ എന്നിവയെല്ലാം നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നു. ഏറ്റവും മനോഹരമായ കാര്യമിതാണ്, ഇപ്പോൾ നിങ്ങൾ എല്ലാറ്റിലും ദൈവത്തെ തിരയാൻ തുടങ്ങുന്നു. മരത്തിൽ, കാറ്റിൽ, സൂര്യരശ്മിയിൽ, ഒരു പുഞ്ചിരിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തിൽ, എല്ലായിടത്തും ദൈവത്തിന്റെ അനുഭവം ഉണ്ടാവാൻ തുടങ്ങുന്നു. ഇതാണ് യഥാർത്ഥ കൃപ. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയം അല്പം വ്യത്യസ്തനായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൗനം ഇഷ്ടപ്പെടാൻ തുടങ്ങിയെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങൾ ആഴത്തിലുള്ളതെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഉണരുകയാണ്. ദൈവം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടിയിരിക്കുന്നു. ഇനി വാതിൽ തുറന്നാൽ മാത്രം മതി. ഓർക്കുക, നിങ്ങൾ ഒറ്റക്കല്ല. ഈ യാത്ര ഒരുപാട് പേരുടേതാണ്. നിങ്ങൾ ഈ വഴിയിലായിരിക്കുമ്പോൾ ദൈവം നിങ്ങളോടൊപ്പം നടക്കും. ഒന്നും സംസാരിക്കാതെ, നിശബ്ദമായി, പക്ഷെ ഓരോ ചുവടിലും. ഭാഗം 3. ഈശ്വരൻ വഴികാട്ടുമ്പോൾ. ഈശ്വരൻ വഴികാട്ടുമ്പോൾ എന്ത് സൂചനകളാണ് ലഭിക്കുന്നതെന്ന് അറിയുക. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്, ദൈവം ഒരാളോട് കൃപ ചെയ്യുമ്പോൾ ആദ്യം അയാളുടെ ബാഹ്യജീവിതത്തെ ഇളക്കിമറിക്കുമെന്നും പിന്നീട് പതുക്കെ അകത്തെ ലോകത്തെ ഉണർത്തുമെന്നുമാണ്. എന്നാൽ ഇപ്പോൾ കൃപയുടെ മൂന്നാമത്തെയും ഏറ്റവും മനോഹരമായതുമായ ഘട്ടം ആരംഭിക്കുന്നു. ദൈവം സ്വയം വഴി കാട്ടാൻ തുടങ്ങുന്നു. ഈ സമയമാകുമ്പോൾ വ്യക്തി ഉള്ളിൽ നിന്ന് തയ്യാറായി കഴിഞ്ഞിരിക്കും. അവന്റെ മനസ്സ് ശാന്തമായി തുടങ്ങിയിട്ടുണ്ടാവും. അവന്റെ ആത്മാവ് സത്യത്തിനുവേണ്ടി ദാഹിക്കുന്നുണ്ടാവും.
ഇപ്പോൾ അവൻ ഏതെങ്കിലും ബാഹ്യ പിന്തുണയേക്കാൾ ഉപരി ഈശ്വരന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഘട്ടത്തിൽ ആദ്യം ഒരു അത്ഭുതകരമായ കാര്യം സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലയാളുകൾ, പുസ്തകങ്ങൾ, സംസാരങ്ങൾ, സംഭവങ്ങൾ, അനുഭവങ്ങൾ എന്നിവ പെട്ടെന്ന് കടന്നുവരാൻ തുടങ്ങും. അവ നമ്മെ ആഴത്തിൽ സ്പർശിക്കും. ഇതെല്ലാം നമുക്കുവേണ്ടി മാത്രമായിരുന്നു എന്ന് തോന്നും. നിങ്ങളൊരു പുസ്തകമെടുക്കുമ്പോൾ ദിവസങ്ങളായി നിങ്ങൾ തേടുന്ന ഉത്തരം അതിൽ ലഭിക്കുന്നു. അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി സംസാരിക്കുന്ന ചില വാക്കുകൾ നേരിട്ട് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ഇതെല്ലാം അപൂർവമായ യാദൃച്ഛികതയല്ല. ഇത് ഈശ്വരകൃപയാണ്. ഇപ്പോൾ അവർ സൂചനകളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ നമുക്ക് വഴി കാണിക്കാൻ തുടങ്ങുന്നു. ചിലപ്പോൾ നമ്മളൊരു വിഷമത്തിലായിരിക്കും. അപ്പോൾ അപ്രതീക്ഷിതമായി ഒരു സഹായം വരും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ദൈവം തന്നെയാണ് നമുക്കുവേണ്ടി വഴി തുറക്കുന്നത്. അവർ പുറത്തുനിന്ന് വരുന്നില്ല, എന്നാൽ എല്ലാത്തിനെയും ഇങ്ങനെ ക്രമീകരിക്കുന്നു. നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ദൈവം ഒരു രൂപത്തിൽ മുന്നിൽ വരുന്നില്ല, അവർ എല്ലായിടത്തുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. എല്ലാ അനുഭവത്തിലും, എല്ലാ മനുഷ്യനിലും, എല്ലാ ഭാവനയിലും അവർ അവരുടെ സൂചന അയക്കുന്നു. ഇതൊരു വളരെ ആഴത്തിലുള്ള അനുഭവമാണ്. ഇപ്പോൾ ജീവിതത്തിൽ ഒരുതരം അതിശയകരമായ സുരക്ഷിതത്വം അനുഭവപ്പെടും. ഒരാൾ എപ്പോഴും കൂടെയുണ്ട്, നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോ ചുവടിലും സഹായിക്കുന്നുണ്ട് എന്ന് തോന്നും. ഈ സമയത്ത് വ്യക്തിയുടെ സാധന കൂടുതൽ ആഴത്തിലാകും. ഇപ്പോൾ അയാൾ വെറും നിയമം പാലിക്കാൻ വേണ്ടി ധ്യാനം ചെയ്യുന്നില്ല, മറിച്ച് ധ്യാനത്തിലിരിക്കാൻ അവന് ആകാംക്ഷയുണ്ടാകും. ധ്യാനത്തിലിരിക്കുന്നത് ആരെ കണ്ടുമുട്ടുന്നതുപോലെയാണ്? ഈശ്വരനെ കണ്ടുമുട്ടുന്നതുപോലെ. പരമഹംസ യോഗാനന്ദജി പറയുന്നു, നിങ്ങൾ ദിവസവും ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും. എന്നിട്ട് പറയും, ഇവനിപ്പോൾ എന്റേതായി കഴിഞ്ഞു. ഇപ്പോൾ വ്യക്തിയുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. മുമ്പ് അയാൾ എല്ലാ കാര്യങ്ങളെയും സ്വന്തം കാഴ്ചപ്പാടിൽ കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അവൻ ചിന്തിക്കും, ദൈവം ഇതിനെ എങ്ങനെ കാണും? അവൻ ഓരോ തീരുമാനത്തിനു മുമ്പും സ്വയം ചോദിക്കും, ഇത് ശരിയാണോ? ഇത് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമോ അതോ അകറ്റുമോ? ഈ മാർഗനിർദ്ദേശം ധ്യാനത്തിലോ പുസ്തകങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് നമ്മുടെ ബന്ധങ്ങളിൽ, ജോലിയിൽ, എല്ലാ തീരുമാനങ്ങളിലും കാണാൻ തുടങ്ങും. ദൈവം ഇപ്പോൾ ഓരോ നിമിഷവും നമ്മെ പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ ക്ഷമ പഠിപ്പിക്കുന്നു, ചിലപ്പോൾ വിനയം, ചിലപ്പോൾ സ്നേഹം. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരിക ശബ്ദം സജീവമാകും. നമ്മൾ മുമ്പ് അവഗണിച്ചിരുന്ന അന്തരാത്മാവാണത്. ഇപ്പോൾ അത് വ്യക്തമായി കേൾക്കുന്നു. നമ്മൾ ഈ ശബ്ദത്തെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തി, സ്ഥിരത, ആനന്ദം എന്നിവ വരാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ഈ വഴിയിൽ സംശയങ്ങൾ വന്നേക്കാം. നമ്മൾ തെറ്റായ വഴിയിലാണോ പോകുന്നത് എന്ന് തോന്നും. എന്നാൽ അങ്ങനെയുള്ള സമയത്തും നമ്മൾ അകത്തെ ശബ്ദം കേൾക്കുകയും ശാന്തമായി മുന്നോട്ടു പോകുകയും ചെയ്താൽ വഴി സ്വയം തെളിഞ്ഞുവരും. ഇപ്പോൾ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാകും. എല്ലാറ്റിലും ദൈവമുണ്ട്. എല്ലാ കാര്യങ്ങളിലൂടെയും അവർ നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. ഈ തലത്തിൽ വ്യക്തി പരാതി പറയുന്നത് നിർത്തും. അവൻ ദുഃഖത്തിലും എന്തെങ്കിലും പഠിക്കുന്നു, സുഖത്തിലും വിനയത്തോടെയിരിക്കുന്നു. ദൈവം ഇപ്പോൾ അവനെയാണ് നയിക്കുന്നത് എന്നും അവരുടെ മാർഗനിർദ്ദേശമാണ് അവന്റെ ജീവിതമായി മാറിയതെന്നും അവനറിയാം. ഇപ്പോൾ വ്യക്തി എല്ലാ ദിവസവും ഉണരുന്നത് ഈ ഭാവനയോടെയാണ്, പ്രഭോ, ഇന്നങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്. അങ്ങ് പറയുന്നതേ എനിക്ക് പറയാനുള്ളൂ. അങ്ങ് ചിന്തിക്കുന്നതേ എനിക്ക് ചിന്തിക്കാനുള്ളൂ. ഇതാണ് ആത്മസമർപ്പണത്തിന്റെ തുടക്കം. ഇവിടെ നിന്നാണ് ഈശ്വരകൃപ പൂർണ്ണമായി സജീവമാകുന്നത്. ഇപ്പോൾ വ്യക്തിക്ക് തോന്നുന്നു താൻ ഒറ്റക്കല്ലെന്ന്. തന്റെ ഉള്ളിലൊരു ശക്തിയുണ്ട്. അത് ഓരോ നിമിഷവും വഴി കാണിക്കുന്നു, സംരക്ഷിക്കുന്നു, സ്നേഹത്താൽ നിറയ്ക്കുന്നു. ഇപ്പോൾ ദൈവം ഒരു സങ്കല്പം മാത്രമല്ല, ഒരു അനുഭവമായി മാറുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും ഓരോ ചെറിയ കാര്യത്തിലും ഒരു ദിശ ലഭിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിന്റെ ശബ്ദം കൂടുതലായി കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഉള്ളിൽ നിന്ന് മാറ്റുന്ന ചില അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കുക, ദൈവം സ്വയം നിങ്ങളെ മാർഗനിർദ്ദേശം ചെയ്യുന്നു. ഇത് ഏറ്റവും മനോഹരമായ അവസ്ഥയാണ്. ഇത് അവരുടെ കൃപയാൽ മാത്രമേ സാധ്യമാകൂ. അവസാനമായി ഞാനിത് പറയും, ദൈവം ഒരിക്കലും ഉറക്കെ സംസാരിക്കുന്നില്ല. അവർ പതുക്കെ മന്ത്രിക്കുകയാണ്. നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ എല്ലാ ദിശകളും, എല്ലാ തീരുമാനങ്ങളും, എല്ലാ വഴികളും വ്യക്തമാകും. ഭാഗം 4. പൂർണ്ണമായ സമർപ്പണം. ഇതുവരെ നമ്മൾ ഈശ്വരകൃപയുടെ 3 ഘട്ടങ്ങൾ മനസ്സിലാക്കി. ബാഹ്യജീവിതത്തിലെ ചലനം, ആന്തരിക ഉണർവ്, ഈശ്വരന്റെ മാർഗനിർദ്ദേശം. എന്നാൽ ഇപ്പോൾ നമ്മൾ അവസാനത്തെയും ഏറ്റവും പരമവുമായ അവസ്ഥയിലെത്തുന്നു. അവിടെ വ്യക്തി പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കപ്പെടുന്നു. ഇതൊരു ഉന്നതമായ നിമിഷമാണ്. ഇവിടെയൊന്നും ശേഷിക്കുന്നില്ല. ആഗ്രഹമില്ല, ഭയമില്ല, അഹങ്കാരമില്ല. ഒരൊറ്റ ഭാവന മാത്രം അവശേഷിക്കുന്നു, പ്രഭോ, ഞാനിപ്പോൾ അങ്ങയുടേതാണ്. ഈ അവസ്ഥയിലെത്താൻ സമയമെടുക്കും, അനുഭവങ്ങളെടുക്കും. അതിലുപരി ക്ഷമയും സ്നേഹവും ആവശ്യമാണ്. ഇത് ഒരു നേട്ടമല്ല, ഇത് ഒന്നിൽ ലയിച്ചു ചേരുന്ന ഒരു പ്രക്രിയയാണ്. മനസ്സിന്റെ ശബ്ദം കേട്ട് മടുത്ത ഒരു വ്യക്തി ഈ ജീവിതം തന്റെ പദ്ധതിയനുസരിച്ചല്ല, മറിച്ച് ഒരു വലിയ കയ്യാലാണ് നടക്കുന്നതെന്നറിയുമ്പോൾ അവൻ പതുക്കെ സമർപ്പണത്തിലേക്ക് കുനിഞ്ഞുകൊടുക്കുന്നു.
ഈ സമർപ്പണം ഒരു തോൽവിയല്ല, ഇത് ഏറ്റവും വലിയ വിജയമാണ്. കാരണം ഇപ്പോൾ വ്യക്തി അറിയുന്നു, ദൈവം എന്നോടൊപ്പമുണ്ട്, ഞാൻ അവരോടൊപ്പമുണ്ട്. എനിക്കിനി ഒന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ടതില്ല. അവരുടെ കൃപയുടെ നദിയിൽ ഒഴുകി നടന്നാൽ മാത്രം മതി. ഈ അവസ്ഥയിൽ വ്യക്തി എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഈശ്വരനെ അനുഭവിക്കുന്നു. ഇപ്പോൾ അവൻ പൂജയും പാഠവും വെറും കർമ്മകാണ്ഡമായി ചെയ്യുന്നില്ല. അവൻ ഓരോ ശ്വാസത്തിലും ഭക്തി ചെയ്യുന്നു. അവൻ ഭക്ഷണമുണ്ടാക്കുമ്പോൾ സ്നേഹത്തോടെ ദൈവത്തിനു വേണ്ടി ഉണ്ടാക്കുന്നു. നടക്കുമ്പോൾ ദൈവം കൂടെ നടക്കുന്നു എന്ന് തോന്നുന്നു. അവൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പ്രഭു തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. ഈ അവസ്ഥ ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല, പക്ഷേ വരുമ്പോൾ മുഴുവൻ ജീവിതവും മാറും. ഇപ്പോൾ ഭയമില്ല മരണത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ. കാരണം ഇപ്പോൾ വ്യക്തി അറിയുന്നു, സംഭവിക്കുന്നതെല്ലാം തന്നെ സൃഷ്ടിച്ച ഈശ്വരന്റെ പദ്ധതിയാണ്. ഇപ്പോൾ ഓരോ ദുഃഖത്തിലും സ്നേഹമുണ്ട്, ഓരോ സുഖത്തിലും വിനയമുണ്ട്. വ്യക്തി ഇപ്പോൾ ആരോടും പരാതി പറയുന്നില്ല, ആരോടും താരതമ്യം ചെയ്യുന്നില്ല. അവന് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുന്നു: പ്രഭോ, അങ്ങ് തന്നതും നല്ലത്, എടുത്തതും നല്ലത്. അങ്ങുണ്ടല്ലോ, അതുമാത്രം മതി. ഇങ്ങനെയൊരു സമർപ്പണം വരുമ്പോൾ ഈശ്വരനും കുനിയുന്നു. അവർ ആ ആത്മാവിനെ സ്വന്തം ആലിംഗനത്തിൽ എടുക്കുന്നു. ഇപ്പോൾ ആ ആത്മാവ് ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിന് മുകളിലായി ഉയരുന്നു. അവന്റെ എല്ലാ പ്രവൃത്തിയും, എല്ലാ ചിന്തയും, എല്ലാ ഭാവനയും ഈശ്വരമയമായി മാറുന്നു. പരമഹംസ യോഗാനന്ദ പറഞ്ഞിരുന്നു, ദൈവത്തെ നേടുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രയാസമുള്ള ഭാഗം സ്വയം ഉപേക്ഷിക്കുക എന്നതാണ്. ഏറ്റവും മനോഹരമായ ഭാഗവും അതാണ്, സ്വയം ഉപേക്ഷിക്കുക. നമ്മൾ നമ്മുടെ ചെറിയ അഹത്തെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ചെയ്തു, എന്റേതാണ്, എനിക്ക് വേണം, നമ്മൾ നമ്മുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങുന്നു. ആ രൂപം ഈശ്വരന്റെ അംശമാണ്. ഇപ്പോൾ ജീവിതം ഒരു സാധനയല്ല, മറിച്ച് സാധനയുടെ ഫലമായി മാറുന്നു. ഇപ്പോൾ നമ്മൾ ലോകത്ത് പ്രവർത്തിക്കുന്നു, എന്നാൽ ഈശ്വരന്റെ പ്രേരണയോടെ. നമ്മൾ സംസാരിക്കുന്നു, എന്നാൽ സത്യത്തോടെ. നമ്മൾ സ്നേഹിക്കുന്നു, എന്നാൽ സ്വാർത്ഥതയില്ലാതെ. ഇതാണ് യഥാർത്ഥ സമർപ്പണം. ഈ സമർപ്പണത്തിന്റെ മനോഹരമായ ഒരു ഫലം ഇതാണ്: ഇപ്പോൾ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടുതന്നെ ആളുകൾക്ക് ശാന്തി അനുഭവപ്പെടാൻ തുടങ്ങും. അവൻ ഇപ്പോൾ ഉപദേശിക്കുന്നില്ല, പക്ഷേ അവന്റെ മൗനം തന്നെ ജ്ഞാനമായി മാറുന്നു. അവൻ വാദിക്കുന്നില്ല, പക്ഷേ അവന്റെ ജീവിതം തന്നെ സാക്ഷ്യമായി മാറുന്നു. ഈ അവസ്ഥയിൽ വ്യക്തി ഇപ്പോൾ ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു: ഈശ്വരന്റെ സാമീപ്യം. മോക്ഷമോ സിദ്ധികളോ സ്വർഗമോ അല്ല, പ്രഭുവിന്റെ സ്നേഹം മാത്രം. ഇതാണല്ലോ യഥാർത്ഥ ഭക്തൻ. ദൈവം കൃപ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന യാത്ര ഇതാണ്: 1. ആദ്യം അവർ നമ്മുടെ പുറം ലോകത്തെ ഇളക്കിമറിക്കുന്നു. 2. പിന്നീട് നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നു. 3. ശേഷം അവർ എല്ലാ രൂപത്തിലും നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ തുടങ്ങുന്നു. 4. അവസാനം നമ്മെ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു. ഇതാണ് കൃപയുടെ പൂർണ്ണമായ യാത്ര. ഇത് ഒരു പുസ്തകത്തിൽ ലഭിക്കില്ല, അനുഭവങ്ങളിലൂടെയാണ് ഇത് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം വായിക്കാനോ കേൾക്കാനോ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊരു യാദൃച്ഛികതയല്ല എന്ന് മനസ്സിലാക്കുക. ഇതും കൃപ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണോ അതാണ് ശരി. ദൈവം നിങ്ങളെ അവിടെ നിന്ന് തന്നെ വിളിക്കുന്നു. അവരുടെ ശബ്ദം കേൾക്കുക, അവരുടെ സൂചനകൾ തിരിച്ചറിയുക. പതുക്കെ പതുക്കെ സ്വയം അവർക്ക് സമർപ്പിക്കുക. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ വഴി.